പൊട്ടിയില്ലേ ചിന്തതും പൊട്ടിയില്ലേ നല്ലു നമുക്ക് കളിക്കാം നമുക്ക് കഞ്ഞിയും കറിയും കളിക്കാം ഒരു കാര്യം ചെയ്യ് ഇല്ല കാരണം മഞ്ഞപ്പൂ പറിച്ചു തന്നെ പിന്നെ പറയോ പിന്നെ വെല്ലുവിൻ്റെ അരമ്പുണ്ടല്ലോ അപ്പോ അതൊക്കെ പോണം. തൊട്ടുപോകരുത്. ഇങ്ങോട്ട് വരരുത്. രണ്ടാളും കൂടി ഇറങ്ങിയിരിക്കല്ലേ മോഷണമാണല്ലേ? ഇങ്ങനെ മോട്ടിച്ചാലേ ഈ കൊച്ചിനെ ഇങ്ങനെ മോട്ടിച്ചാലേ അവസാനം ജയിലിൽ കിടക്കണ്ടി മനസ്സിലായോ? രാവിലെ ഇറങ്ങിയിരിക്കുക മോട്ടിക്കാൻ കണ്ടവന്റെ സ്വത്തിങ്ങനെ മോട്ടിക്കാൻ നടക്കുന്നത് കേട്ടോ. ഇതാ എന്തോന്നല്ല മേലാൽ ഇന്ന് ഇപ്പുറത്തോട്ട് വരരുത്. പോകോ. സോറിയേ ഇത് സോറിയൊന്നും ഇവിടെ വേണ്ട. പോക്കോ. ഓ അത് നന്നായി. ഇല്ല പിന്നെ അമ്മ എന്തോ വിചാരിക്കും. അവിയൽ സാമ്പാറൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ നമ്മളെ കളിക്കാൻ പറഞ്ഞിട്ടില്ലേ? അപ്പൊ നമ്മളാണെങ്കിൽ അപ്പുറത്തെ അപ്പൂപ്പന്റെ വീട്ടിൽ പൂ പറിക്കാൻ നേരത്ത് അപ്പൊ ഇവളെ പിച്ചേ ചെയ്തിട്ടാണ് വഴക്ക് പറഞ്ഞു. പിച്ച കുട്ടീനോ പൂവർത്തേനാ? ആ താഴത്തെ ആ മനുഷ്യനുണ്ടല്ലേ കൊച്ചിന് ചെവി നുള്ളി പൊന്നാക്കിയല്ലേ? അപ്പുറത്തെ വീട്ടില് പൂ പറിച്ച് അപ്പൊ അവളെ പിച്ചേ ചെയ്ത് വഴക്ക് പറഞ്ഞു. അങ്ങോട്ടൊക്കെ പോണത് അങ്ങനെ ഒരു മനുഷ്യൻ പറ്റില്ലാത്ത മനുഷ്യൻ പുതിയ താമസക്കാരൻ. ആ കുറച്ചാളെ താമസം അതൊരു ആളുകളെ കണ്ടാ തിരിച്ചറിയാത്ത മനുഷ്യനാ. അയാളെ വീട്ടിൽ കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയ സമയത്ത് ഫീസ് ഒന്ന് കെട്ടിട്ടാ മതി. അതിന് അപ്പുറം ഞാൻ ഇപ്പുറം താമസിക്കുന്ന അറിയാമേ പുള്ളിക്ക്. എന്നെ വിളിച്ചില്ല, നേരെ ഇലക്ട്രിസിറ്റി ഓഫീസ് വിളിച്ചേക്കുന്നു. അവിടെ വിളിച്ചിട്ട് കംപ്ലൈന്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഒരാളെ വിടുമെന്ന് ചോദിക്കുന്നു. പുള്ളിക്കത്തെ സ്വാധീനമൊക്കെ ഉള്ള ആളാണ്. ഉടനെ എന്റെ അടുത്ത് അവർ പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ നേരെ വീട്ടിൽ ചെന്ന് കെട്ടിയിട്ടെടുത്തോളയാ. കെട്ടിയിട്ടെടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ അപ്പുറത്താണ് സാർ താമസിക്കുന്നത്. ആരുടെ പറയാം തിരിച്ചൊരു മുഖത്തൊന്നും നോക്കിയതുമില്ല, ഒരു നന്ദി പറഞ്ഞതുമില്ല. നമ്മുടെ ജോലിയായിട്ട് ഞാൻ വന്നു. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിട്ടില്ല. കണ്ടാൽ തന്നെ അറിയാം ഒരു മനുഷ്യ പറ്റില്ലാത്തതാണെന്ന്. ഇവിടെ താമസമായപ്പോ പുതിയ ആളല്ലേ, ഞാനൊരു പൊതുപ്രവർത്തനാണല്ലോ, ഒന്ന് പരിചയപ്പെടാന്ന് പറഞ്ഞ് അവിടെ ചെന്ന് ഞാൻ ഇങ്ങനെ മെമ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ കഥ പറഞ്ഞിങ്ങനെ നോക്കിയിട്ട് ഒറ്റ ആളപ്പോ കഥ എന്റെ മുഖത്തടിച്ച പോലെ ആയിപ്പോയി. ഏത് ആ മുണ്ടെടുക്കാത്ത ട്രൗസർ അവനാ? വെറുതെ അല്ല, ഞാൻ പറഞ്ഞിട്ട് ഒന്നിങ്ങനെ ചിരിച്ചു കാണിച്ചപ്പോ എന്തോ ഒരു എന്നോട് എന്തോ വൈരാഗ്യമുള്ള പോലെ ഇങ്ങനെ നോക്കിട്ട് പോക്കാണ്ട് പോയോ. ഇങ്ങനെ തന്നെയാണ്. ഇതുകൊണ്ടല്ലേ മക്കള് നോക്കണുണ്ടോ, മരുമക്കള് തിരിഞ്ഞു നോക്കണുണ്ടോ? കൊച്ചുമക്കൾ എല്ലാരും കൂടി അവരൊക്കെ പുറത്താ. ഒരാളും ഇയാളെ നോക്കൂല. ആരും ഒരു സ്നേഹം വേണ്ട ഇയാൾക്ക്. ആ അയൽവക്കക്കാരായിട്ടൊന്നും തന്നെത്താനെ വെപ്പം കൂടിയൊക്കെ. അല്ല അതായിക്കോട്ടെ, ആരോടും മിണ്ടണ്ട, ഒരു ദോഷത്തിനും നല്ലതിനും വരണ്ട. പക്ഷെ കുട്ടികളൊന്നും പരിഗണന കൊടുക്കണ്ടേ? അതിന്റെ കാതൊക്കെ പിടിച്ച് തിരിക്കാന്ന് പറയാ. പിന്നെ അല്ലാതെ ഒരു മര്യാദ വേണ്ടേ? കൊച്ചിന്ന് വരാനണ്ട ഞാൻ ചോദിച്ചിട്ട് നിങ്ങളെങ്ങോട്ട് പോണ്? ഇത്ര ദിവസം ഇവിടെ അടുത്തുണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അപ്പോഴും ചോദിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിക്കാം, കുട്ടികളോട് എങ്ങനെ പെരുമാറേണ്ട, എങ്ങനെ ജീവിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാന്നേ വല്ലതായിരിക്കണത് കേൾക്കും. പിന്നെ ഇന്നിപ്പോ കാത് പിടിച്ചു, നാളെ വേറെ എന്തെങ്കിലും ചെയ്താലോ? അങ്ങനെ ഉണ്ടാ? മനുഷ്യ പറ്റില്ലാത്തോനെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ പോയാലേ മേലും കീഴും നോക്കല്ലേ എന്റെ സ്വഭാവം വെച്ചിട്ട് വെറും തല്ലിപ്പൊളിയതേ. ആ മാമന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ. എന്തിനാ പിന്നെ ആ പൂപ്പന്റെ അടുത്തോട്ട് പോകണം? ആന്നേ ഇവിടെ പാടോ. ഇയാള് മനുഷ്യനെ അതോ മൃഗം? ഇയാൾക്ക് ചെറിയ കുട്ടികളെ കണ്ട തിരിച്ചറിയില്ല. ഇയാൾ എന്തിനാ വീട്ടിലെ കൊച്ചിന്റെ കാല് പിടിച്ചു തരുമേ? എന്താ അന്ത വഴിഞ്ഞ പോലെ നിൽക്കണ? വായ തുറന്ന് എന്തെങ്കിലും പറയേ. ഓ എടാ, കുട്ടികളെ സ്നേഹിക്കറിയാത്ത താനൊക്കെ എന്തിനാണ് ജീവിക്കണേ? വെറുതെ അല്ല തന്റെ മക്കൾ കണ്ട് അമേരിക്കയിൽ പോയി നിൽക്കണ്. പേരെ കുട്ടികളൊന്നും തിരിഞ്ഞു നോക്കാത്ത. പച്ചവെള്ളം കിട്ടാണ്ട് മരിക്കും, അപ്പോഴേ അറിയും താനൊക്കെ. എന്തിനാണ് എത്ര കാലം അങ്ങനെ പോത്തുപോലെ ജനിച്ച് ജീവിച്ച് വളരണേ? മനുഷ്യനെ സ്നേഹിക്കാൻ പഠിക്ക്, ഇല്ലെങ്കിൽ ഒറ്റ മരത്ത് കുരങ്ങനെ പോലെ അങ്ങനെ കഴിയേണ്ടി വരും.
തന്റെ വായിലെന്തോ പഴം പുഴുങ്ങി വെച്ചിരിക്കണം. എന്തെങ്കിലും വായ തുറന്ന് പറയണോ? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങളോടൊന്നല്ല, ആരോടും. അല്ല, എന്ത് മനുഷ്യനത്? അയ്യേ,